ഹലോ, വെൽക്കം ടു പ്രിയറസ യൂട്യൂബ് ചാനൽ. കുഞ്ഞാട്ടുകുട്ടി ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒന്ന് പുറത്തു പോവാണ്. ചെറിയൊരു സർപ്രൈസ് അല്ലേ? സർപ്രൈസിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തു പോവാണ്. പെട്ടെന്നുണ്ടായ ഒരു ഇതാണ്. അത് മാത്രല്ല, ഒന്ന് ബീച്ചിൽ പോകണം. പിന്നെ കുറച്ചയക്കണം, അധികം ബീച്ചിൽ പോവാ ഇറങ്ങാൻ നേരത്തെ മഴ. എവിടെ മഴ? മഴ. അപ്പൊ ഞങ്ങളത് പുറത്തു പോകണം. അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളാണിത്. പിന്നെ ഒരു കുഞ്ഞ് സർപ്രൈസ് അല്ലേ? അപ്പൊ ഓണം കഴിക്കില്ല, ചെറിയൊരു സർപ്രൈസ്. ഫോൺ കഴിക്കുള്ളൊരു. അപ്പൊ എന്തായാലും ഫുള്ളായിട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അത് ഞങ്ങള് ഊട്ടിയിൽ പോയപ്പോ വാങ്ങിച്ചു കേട്ടോ. മുടി വെട്ടണ്ട, മുടി ഇങ്ങനെ വളർന്നോട്ടെ. എനിക്ക് ചെറുപ്പത്തിൽ നല്ല മുടിയുണ്ട്. അതേമാതിരി എന്റെ പോലെയാണ് തക്കുട്. അപ്പൊ നല്ല മുടിയായിട്ട് വളരട്ടെ. എനിക്ക് മുടിയുണ്ട്. അതെ, നിങ്ങക്കില്ലേ എന്റെ അമ്മോ റോഡ്, നിങ്ങക്ക് എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ ലൈഫില്? സർപ്രൈസ് ലൈഫിൽ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ തന്നെ ഒരു സർപ്രൈസ് അല്ലല്ലേ, എന്നെ നിങ്ങള് കിട്ടും വിചാരിച്ചു. അതല്ലാതെ ലൈഫിൽ സർപ്രൈസ് കിട്ടിയിട്ടുണ്ട്. അന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഉപ്പാന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ സൈക്കിള് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒച്ച പറഞ്ഞു ചിലപ്പോ കേക്കില്ല. ഉപ്പാനടുത്തേ സൈക്കിള് കിട്ടിയിട്ടുണ്ട് ഉപ്പാന്റെ ചെറുപ്പത്തില്. പിന്നെ ഫുട്ബോള്, ക്രിക്കറ്റ് ബാറ്റ്. ഞാനെപ്പോഴെങ്കിലും ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ കറിയൊക്കെ ചെയ്യും കുട്ടികളല്ലേ. അപ്പൊ അപ്പൊ മേടിച്ചാലും ഓർത്ത് വെച്ചിട്ട് പിന്നെങ്കിലും മേടിച്ചു ഒരു സർപ്രൈസ് ആവും. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം 22 പ്രാവശ്യമൊക്കെ സർപ്രൈസ്. എനിക്കതെ ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾ സർപ്രൈസ് തന്നിട്ടുണ്ട്. ആനിവേഴ്സറി അല്ലാണ്ട് വേറെ സർപ്രൈസ് അങ്ങനെ കിട്ടിയിട്ടില്ലല്ലേ. പിന്നെ ഈ സർപ്രൈസ് നമുക്ക് ലൈഫിൽ ഭയങ്കര രസമാണ്. അതിന്റെ രസം വേറെ തന്നെയാണ് അല്ലേ? ഒരാള് അത്ര നമ്മളെ ഇഷ്ടം കൊണ്ട് താല്പര്യം കൊണ്ടല്ല സർപ്രൈസ് തരുന്നത് അല്ലേ? അതൊരു രസമുള്ള സംഭവമാണ്. ഭയങ്കര ഞാനെ കുറിച്ച് ചിന്തിച്ചില്ല. നല്ല രസമുള്ള സംഭവം അല്ലേ? എന്താണ് പറയാനുള്ളത്? സർപ്രൈസ് കിട്ടാനും അതേപോലെ കൊടുക്കാനും അല്ലേ? കുഞ്ഞാറ്റെ നിനക്ക് സർപ്രൈസ് വേണോ? കുഞ്ഞാറ്റനോട് സർപ്രൈസ് ആണെന്ന് പറയും, പക്ഷെ കുഞ്ഞാറ്റ എന്താ മമ്മി എന്താ പപ്പ ചോദിച്ച് ലാസ്റ്റ് പൊളിക്കും. അതുകൊണ്ട് കുഞ്ഞാറ്റയ്ക്ക് സർപ്രൈസ് ആയിട്ട് സൈക്കിള് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കണം വിചാരിച്ചു. പക്ഷെ കുഞ്ഞാറ്റയ്ക്ക് അത് പറ്റിയില്ല. കുഞ്ഞാറ്റ ചോദിച്ച് അറിഞ്ഞ് അല്ലേ? ഇത് തക്കുടുവോ? തക്കുടു ഉണ്ടോ ഉറങ്ങാൻ പോവാണ്. അതെ, ഇങ്ങനെ മഴക്കാലൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. പിന്നെ സൈക്കിളിന്റെ പ്രത്യേകത എന്താ? കുഞ്ഞാറ്റയ്ക്ക് ഇപ്പൊ കാലും കയ്യും നിൽക്കൂല. എന്തേ? പിന്നെ അതേപോലെ തന്നെ എന്താണ് തക്കുടു വാവണ്ട. പിന്നെ അതേപോലെ തന്നെ നമ്മള് സർപ്രൈസുകള് കൊടുക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ അല്ലെ, അത് ചെറുതാണോ വലുതാണോ അതൊന്നും നമ്മള് നോക്കാൻ പാടില്ല. മീൻസ് നമ്മള് സന്തോഷത്തോടെ ഇതാക്കുക. എന്തൊരു സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. മാത്രല്ല നമ്മള് ഞാൻ അയാൾക്കൊരു സർപ്രൈസ് കൊടുത്തല്ലോ, ഇനി എന്റെ എന്തെങ്കിലും ഉണ്ടാവുന്ന സമയത്ത് അയാളൊരു സർപ്രൈസ് എനിക്ക് തരട്ടെ എന്നുള്ള എക്സ്പെക്ടേഷൻസ് വെക്കാണ്ടിരിക്കുക. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, നമ്മള് എന്താ പറയാ ബർത്ത്ഡേക്കൊക്കെ നമ്മളിങ്ങനെ ഗിഫ്റ്റുകൾ കൊടുക്കില്ലേ? ബർത്ത്ഡേക്കാണ് മെയിൻ ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെ വേണ്ട, കല്യാണത്തിന് നമ്മൾ പൈസ ഒക്കെ കൊടുക്കും. ഞാൻ എന്നെ കുറെ കണ്ടിട്ടുണ്ട്. ഡ്രൈവ് കെയർഫുള്ളി. ഇവിടെ അവിടെ ബ്ലോക്ക് എന്നിട്ട് വണ്ടി പോണൊക്കെ ആൾക്കാർ വിട്ട് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് പോകും. ഒരു മണ്ടന്മാര് കേരളത്തിന്റെ അവസ്ഥ. പിന്നെതാ കുണ്ടും കുഴിയും കാണുന്നില്ലേ? റോഡിന്റെ കുണ്ടും കുഴിയും കാണുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കും അല്ലേ? നമ്മളിങ്ങനെ കവറിൽ പൈസ ഒക്കെ കൊടുക്കാറില്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ 500 കൊടുക്കും. അപ്പൊ അവര് 1000 തരട്ടെ എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അല്ലേ? അതേമാതിരി നമ്മൾ ഇതേമാതിരി ബർത്ത്ഡേക്ക് നമ്മള് ഗിഫ്റ്റുകൾ കൊടുക്കും. എന്ത് സംഭവം അറിയാം? അത് സത്യം പറഞ്ഞാൽ പഴയ ആളുകളുടെ സേവിങ്സ് ആണത്. കല്യാണത്തിന് കൊടുത്തിട്ട് റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ളൊരു സേവിങ്സ് വിശ്വാസം.
അങ്ങനത്തെ ഒരു സംഭവമാണത്. അപ്പൊ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളവര് അതങ്ങനെയല്ലേ ഉള്ളവർക്ക് എന്ത് ചെയ്യാ, പിന്നെ കൊടുക്കുക, തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷിക്കുക. പക്ഷെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണ് ഇപ്പൊ ഞങ്ങളിപ്പോ അവളുടെ ബർത്ത്ഡേക്ക് എന്താ പറയാ 1000 രൂപയുടെ സാധനമാണ്, പക്ഷെ നമുക്ക് അതാ കൊണ്ടുവന്നിക്കുന്നുണ്ടോ, അല്ലെ ഞങ്ങളുടെ കുറ്റൂസ് ഹൗസ് വാമിങ്ങിന് 1000 രൂപയുടെ കൊടുത്തു, പക്ഷെ നമുക്ക് കൊണ്ടുവന്നോക്ക് 2 കുപ്പി ഗ്ലാസ്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. എന്താ പറയാ, മൈൻഡ് അനുസരിച്ചിരിക്കും. പക്ഷെ ഞാൻ പറയുമ്പോ ഈ കല്യാണത്തിന് കൊടുത്തിരുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ച് ഒരു സേവിങ്സ് ആയിട്ട് കൊടുക്കണം അധികം. പിന്നെ പല ആൾക്കാരും എഴുതി വെക്കാറുണ്ട് കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്. എന്താ വെച്ചാൽ കല്യാണത്തിന് കിട്ടി കഴിഞ്ഞാൽ എഴുതിക്കുന്നത് നല്ല കാര്യം. എന്താ വെച്ചാല് പറഞ്ഞ അധികം കൊടുക്കുക ഇതാണ്, എന്താ വെച്ചിട്ടാ പൈസ സേവിങ്സ് ആയിട്ടാണ്. മീൻസ് നമ്മുടെ കുട്ടിക്ക് കല്യാണത്തിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അധികം. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ സേവിങ്സ് ഒക്കെ, പക്ഷെ ഈ എന്താ പറയാ, അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ നമ്മൾ കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് നമ്മൾ എന്താ പറയാ കൊടുക്കാൻ പറ്റുമോ? അതായത് നിങ്ങളിപ്പോ ഒരാൾക്ക് ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്, അപ്പൊ അത് നിങ്ങള് തിരിച്ച് എനിക്കും ഗിഫ്റ്റ് കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ കൊടുക്കും. പൈസ ഓക്കെ, സേവിങ്സ് കല്യാണത്തിന്റെ കേസാ പറഞ്ഞത്. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിന് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സംഭവമല്ല. അതിപ്പോ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് ഒരു ഹ്യൂമൻ എന്നുള്ള രീതിക്ക് അല്ലേ, ഇല്ലാത്തൊരു സഹായിക്കാറ് അത് രസമുള്ള പരിപാടിയാണ്. പക്ഷെ പിന്നീട് പറയണത് ഒരു സുഖമില്ലാത്ത കാര്യമാണ് അല്ലേ, കാരണം ഞാൻ 500 കൊടുത്തു, അല്ല ഞാൻ 1000 കൊടുത്തു, അവന് എനിക്ക് 500 തന്നുള്ളൂ, അങ്ങനെ പറയുന്ന ആൾക്കാർ. അത് ക്വാളിറ്റി ഇല്ലായ്മ, തറകൾ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കുഞ്ഞാറ്റക്കുട്ടി ഉറങ്ങാൻ പോയാ ഇല്ലല്ലേ? അപ്പോ ഇതന്നെ പാവപ്പെട്ടധികം സേവിങ്സ് ആയിട്ടാണ് വേറെ ആളുടെ കല്യാണത്തിന് കൊടുക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. എന്താ പരസ്പരം കൊടുക്കൽ വാങ്ങലാണല്ലോ ജീവിതം, ഒരു ബന്ധങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു വന്നിട്ട് നമുക്കൊരു സാധനം എടുക്കാണ്ട് ഷർട്ട്. ഞങ്ങള് വരണോ? കുട്ടി ഉറങ്ങുകയാണ്, കാക്കു പോയി സെറ്റ് ചെയ്യോ? നല്ലത്, കുഞ്ഞാ ഉറങ്ങിക്കുന്നു. ഓക്കെ, കുഞ്ഞാറ്റ് വെക്കോ. പ്ലെയിൻ മതിയല്ലേ? ഞാൻ പ്ലെയിൻ എടുത്താൽ മതിയല്ലേ അങ്കിളിന് ഡ്രസ്? അപ്പൊ നമ്മള് സർപ്രൈസ് ഒക്കെ എടുത്ത് പോവാണ്. സർപ്രൈസ് കണ്ടില്ലേ? ഷർട്ടാണ്. നമ്മുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ റയാന്റെ. അപ്പോ ഞങ്ങളിത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാല് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. നമ്മൾ എന്ത് കാര്യത്തിനും മുന്നിലുള്ള ഒരാളാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ്. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആള്. അപ്പൊ അവരൊന്ന് സന്തോഷിപ്പിക്കാം അല്ലേ? കൂട്ടത്തിൽ കുഞ്ഞാറ്റൊക്കെ ബീച്ചിലൊന്ന് കുറച്ച് നേരം നടക്കാം, ഇതൊക്കെയാണ് പ്ലാൻ. അപ്പൊ വിളിച്ചിരുന്നു വീട്ടിൽ പോയി ചാടിക്കാന്ന് പറഞ്ഞാൽ വീട്ടിലേക്കൊന്നും പോണ്ട, വീട്ടിൽ പോയി നമുക്ക് കുറെ ടൈം മുഴുവൻ സംസാരിച്ചിരുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ പുറത്തേക്ക് വരാൻ പറഞ്ഞു, ബീച്ചിലേക്ക് വരാൻ പറഞ്ഞു അല്ലേ? സാധാരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സമയം പോക്കാണ്, സംസാരിച്ചിരിക്കൂലേ? അപ്പൊ അങ്ങനെ പറഞ്ഞു. അതുപോലെ തക്കട് തുടങ്ങിയല്ലേ? നല്ല റോഡ്. ഞാൻ ഓർക്കായിരുന്നു നമ്മള് ട്രിപ്പൊക്കെ പോയപ്പോ അല്ലേ, എന്ത് നല്ല റോഡായിരുന്നു. കുറച്ച് ഭാഗം മാത്രം നമ്മുടെ കുറ്റിപ്പുറത്ത് പിന്നെ സൂപ്പർ റോഡ്. അതെ. അപ്പോൾ നമ്മൾ റയാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ എത്തിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ബീച്ച് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സെറ്റപ്പാന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത്. അതെ, ഞാൻ ബീച്ച് എന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബർത്ത്ഡേ ബോയ് അതെ, സർപ്രൈസ് ആയിട്ട് നല്ലൊരു അടിപൊളി ഷർട്ട് കേട്ടോ. ഈ കളർ ഇതുവരെ എന്റെ അടുത്ത് ഇല്ല, കണ്ടറിഞ്ഞിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും അപ്പൊ ഒട്ടും ഇല്ലാത്തൊരു കളർ തന്നുണ്ട് ഗേസ്. 1000 നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ? ഡേറ്റ് പറയട്ടോ ഫസ്ന. തോണി സർവീസ് തോണി പോയി. തോണി ഇതാ പോകുന്നു. കാക്കും തക്കടും ഇതാ നിക്കണു. ഇവിടെ കയാക്കിംഗ് ഉണ്ട്. കയാക്കിംഗ് അടിപൊളിയാണ്. ഇങ്ങനെ സൈഡിൽ പോയി
പെഡൽ ബോട്ട് അത് പോകുന്നു. പെഡൽ ബോട്ട് നമ്മൾ വേറെ ദിവസം വന്നിട്ട് ചെയ്യും. കുഞ്ഞാറ്റേ ഇളക്കിക്കൂട്. ആ ഇതിനൊരു സാധനം ഉണ്ട്, ഒരു പിടുത്തം. ആ അതെ. എടുത്ത് നോക്കൂ. അതിന് ആന ആന ഇതെന്താ? അല്ല പറയൂ, ഇതെന്താ? ഇതെന്താ തക്കുടോ? ബബു അല്ല, ആന ആന ആന. തിരിച്ചു പേടിച്ചിട്ട് ഇനി കുഞ്ഞാറ്റ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ സംസാരിച്ച് നിന്നു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇവിടെ കണ്ടോ കുറേ ഞണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നോക്കിയേ, ഈ മീൻ പിടിക്കുന്ന കുറേ സാധനങ്ങൾ, അതേപോലെ മീൻ ഉണക്കുന്ന മുറം, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ, പഴയ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സന്ധ്യയായപ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പോന്നു. നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിരിയാം എന്നുള്ള രീതിയിൽ നമ്മൾ പോന്നു. പിന്നെ ഒരു ചെറിയൊരു ടീ ഷോപ്പിലേക്ക് വന്നു. അപ്പോഴൊരു പ്ലാൻ മാറ്റി, നമുക്ക് ചായ കുടിക്കേണ്ട, വേറെ എന്തെങ്കിലും കഴിക്കുന്നത്. പക്ഷെ അവിടെ വന്ന സ്ഥിതിക്ക് ഒരു ചായെങ്കിലും കുടിക്കേണ്ട പോകുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടീ അവിടുന്ന് കഴിച്ചു. കാക്കുതാ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ കോപ്പിറൈറ്റ് മ്യൂസിക്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ കട്ട് ചെയ്തു. ഇവിടെയൊക്കെ സൂര്യയുടെ മൂവിയിലെ സോങ്, തമിഴ് സോങ് ആണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ വോയിസ് ഓവറൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ബർത്ത്ഡേ ബോയ് ഞങ്ങൾക്ക് ടീ മാത്രം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീ ആൻഡ് ടീയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാക്കൂര് മാത്രമല്ലേ. അപ്പോൾ ദാ ഇവിടെ വീണ്ടും കോപ്പിറൈറ്റ് മ്യൂസിക്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് റിയാൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് കേട്ടോ. അപ്പോൾ റിയാൻ്റെ ട്രീറ്റ് ആണെന്നൊക്കെ കാക്കു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഇവിടെ പറയണത്, പക്ഷെ നമുക്ക് വോയിസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കുഞ്ഞാറ്റക്കുട്ടി ഇങ്ങനെ ഫുഡ് കാണുമ്പോൾ അവളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടും. ഞാൻ അവളെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നേ. മീൻസ് നമ്മളെ മക്കളൊക്കെ അങ്ങനെയാകും. അവർക്ക് നമ്മൾ എന്താ പറയുക, എത്ര ഫുഡുകൾ അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്താലും നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാലും അവർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലേ. അപ്പം അങ്ങനെ ഒരു കുട്ടിയാണ് കുഞ്ഞാറ്റക്കുട്ടി. മിക്കവാറും കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ റയാനടുത്ത് ട്രീറ്റ് കിട്ടും. ഫുള്ളായിട്ട് പറയാനായിട്ടില്ല. ഈ കൗണ്ടറിലോട്ട് വണ്ടി കയറണം. ബില്ല് കൊടുക്കും. അപ്പൊ കുഞ്ഞാറ്റക്കുട്ടി എവിടെ? കുഞ്ഞാറ്റക്കുട്ടി ഇടുക. അവിടെ ഉണ്ടല്ലേ. നമ്മള് ബർത്ത്ഡേ ബോയ് നമ്മള് മീറ്റ് ചെയ്തു, ഗിഫ്റ്റ് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു, നമ്മള് ഹാപ്പിയായി. ഇനി നമുക്ക് ഒരു മൂവി കാണാൻ പോകണം. അതെ, നമ്മള് സുമതിവള കാണാൻ വേണ്ടി പോവാണ്. കുഞ്ഞാറ്റനെ അവിടുത്തെ ഇതിലൊന്നും പാർക്കിലൊന്നും കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ സങ്കടപ്പെട്ടിരിക്കായിരുന്നു. നമുക്ക് ഒരു സിനിമയ്ക്ക് പോവാം. പക്ഷെ കുഞ്ഞാറ്റ ഇപ്പൊ പാർക്കിൽ കയറി കഴിഞ്ഞാലേ അതിന്റെ ഒരു റോസ് പാന്റിന് ആകെ ഒഴിവാക്കിയില്ല. അപ്പൊ നമ്മള് ചളിയായിട്ട് ഇനി വൈറ്റ് ആയിട്ടുണ്ട്, അത് ആകെ കൊള്ളാം. അതെ. ഓ പറഞ്ഞോളൂ. ഇതാണെങ്കിലും പാർക്കിലാണല്ലേ, നമ്മളെ ഡ്രസ് കേടുവരുത്തിയില്ലേ. അപ്പൊ അങ്ങനെ യാത്രകൾ തുടരുന്നു. സിനിമ കാണാൻ. അപ്പോൾ എന്തായാലും ഒരുങ്ങി ഇറങ്ങിയതാണല്ലോ. അപ്പോൾ ഞാൻ കാക്കുവിനോട് പറഞ്ഞു, കാക്കു നമുക്കൊരു മൂവിക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സുമതിവള കാണാൻ വേണ്ടിയിട്ട് മാസ് തിയേറ്റർ ചങ്ങരംകുളത്ത് വന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് അമ്മേനെയും കൂട്ടി ഇനിയിപ്പോൾ മൂവി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവും, അത്രേ ഉള്ളൂ. നല്ല മൂവിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഇത്